വനാതിർത്തിയിലെ ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. നാട്ടുകാരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്ര കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും ആരംഭിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും നയിക്കുന്ന യാത്ര ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് കാലഘട്ടത്തിന് അനുസൃതമായ നിയമനിർമ്മാണം നടത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാത്ത ഇടതു സർക്കാരിനും സ്ഥലം MLA-ക്കുമെതിരെ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും നയിക്കുന്ന ജനസംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്ലാമുടി കവലയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ കോതമംഗലം നിയോജക മണ്ഡലത്തെ ആകെ, ഈ മേഖലയിൽ അധിവസിക്കുന്ന കർഷക സമൂഹത്തെ ആകെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുന്ന വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ കടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ്. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ മണ്ണിൽ കനകം വിളയിച്ച് ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിന്റെ പരിപൂർണമായ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി അത് ഏറ്റവും നിർണായകമായ ഗതിവേഗം കൈവരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കർഷക സമൂഹം ഈ വിധത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളുമെല്ലാം വഴിമാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നിടത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുകയും അവയുടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് പരിഷ്കൃത രാജ്യങ്ങൾ പുരോഗമനപരമായ നിയമനിർമ്മാണം നടത്തി മാതൃകയാവുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഡീൻ കുറ്റപ്പെടുത്തി. കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും ആരംഭിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്രയുടെ ആദ്യ ദിവസം വിവിധ സ്വീകരണ യോഗങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലെ 80,000-ത്തിലധികം വരുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിതം ഏറെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെ നിരവധിയായ വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കാട്ടാനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് ജീവന് പോലും അത്യധികം ഭയാനകമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക കാര്യങ്ങളിൽ പോലും ദൗർഭാഗ്യവശാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കോതമംഗലം MLA-യും ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പല കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന സർക്കാരും MLA-യും ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവനും അവരുടെ കൃഷിയിടങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്ന പ്രാഥമിക കാര്യങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ഈ ജനസംരക്ഷണയുടെ യാത്രയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണോത്തുകുടി അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ഷമീർ പനക്കൽ, നേതാക്കളായ AG ജോർജ്, KP ബാബു, PP ഉതുപ്പാൻ, ബാബു ഏലിയാസ്, PIM ബഷീർ, അബു മൊയ്തീൻ, MS എൽദോസ്, PC ജോർജ്, MK വേണു, AM കരീം, ഷൈമൾ ബേബി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തുകളായ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കോതമംഗലം നഗരസഭ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ചെറുവട്ടൂരിൽ ആദ്യദിന യാത്ര സമാപിച്ചു. സമാപന സമ്മേളനം എൽദസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തും. എൻ്റെ പേര് സുമതി. ഞാൻ കോട്ടപ്പടി പ്ലാമുടി കരയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ 2 പിള്ളേരായിട്ട് താമസിക്കുന്ന ആളാണ്. ഞങ്ങൾക്കൊന്നും നട്ടു തിന്നാനും പിടിക്കാനും
നട്ട് പിടിക്കാനും കഴിവൊന്നുമില്ല. ഒരു സാധനം നട്ടാലും നമുക്ക് കിട്ടുകയില്ല. ഒരു സാധനം നട്ടെന്ന് പറഞ്ഞാൽ തേങ്ങായിട്ടും തെങ്ങായിട്ടും അടയ്ക്കാമരമായിട്ടും ഒന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ആന പോകുമായിരുന്നു. ഇപ്പം ആന പോവുകയില്ല, നമ്മുടെ വീട്ടുകളിലേക്ക് കയറി വരും. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നുകൊണ്ട് എനിക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട്. പിന്നെ കറണ്ട് ഉണ്ട് അതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ ഓരോ വർഷം വോട്ടിന് വരും. നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ പേടിപ്പിച്ചിട്ടായാലും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കറണ്ട് ഓരോ സ്ഥലത്ത് വയറിങ് ഫിറ്റ് ചെയ്യും. പക്ഷേ കറണ്ട് ഉണ്ടാവില്ല. നമ്മളിത് ആരോട് പറയണം? 4-5 സന്ധ്യാവിളക്ക് കഴിഞ്ഞ 6 മണി കഴിഞ്ഞ 4-5 ഒക്കെ ആയിട്ട് കൂട്ടം കൂടിയാണ് വന്നത്. അപ്പം നമുക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നമുക്ക് ഇറങ്ങി ചെന്നാലും ഓടിക്കാനും ഒന്നും നമുക്കതിന് പറ്റില്ല. പുലിയുണ്ടെന്ന് പറയുന്നത് പുലി പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് പുലി വന്നതാണ്. ഒരു ചേച്ചിനെ പിടിച്ചു. ഞങ്ങൾക്ക് സന്ധ്യ എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.